ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൽ ഇന്ന് ഭവാനി അറിയുകയാണ് ഭൂമിജയാണ് അഭിരാമി എന്ന്. അപ്പോൾ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ നമ്മുടെ ഭൂമിയെ കമാല ആക്രമിക്കുന്നതായിട്ടാണ് അച്യുതൻ സ്വപ്നം കാണുന്നത്. അതായത് ഭൂമി സ്കൂട്ടിയായിട്ട് പോകുമ്പോൾ ആ സ്കൂട്ടിയുടെ മുന്നിൽ വണ്ടി നിർത്തി അവളെ പിന്നാലെ ഓടിച്ചെന്ന് കത്തിയായിട്ട് എറിഞ്ഞു വീഴ്ത്തുന്നതാണ് അച്യുതൻ സ്വപ്നം കാണുന്നത്. അത് കണ്ടതോടെ അച്യുതനാകെ വിഷമവും. അങ്ങനെ അച്യുതൻ ഭൂമി കിടക്കുന്ന റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഭൂമി നല്ല ഉറക്കത്തിലാണ്. ഭൂമിയുടെ അടുത്ത് പോയി നിന്ന് കുറച്ച് നേരം ഭൂമിയെ നോക്കി നിൽക്കുകയാണ് അച്യുതൻ. എന്നിട്ട് കുറേ വിഷമിക്കും. ഇത് അതിനുശേഷം അച്യുതൻ തിരിച്ചു പോരുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അംബിക ഭൂമിയോട് പറയുകയാണ്, മോളെ നീ അച്ഛനെയും കൂട്ടിയിട്ട് എവിടേക്കെങ്കിലും പോകുക. കാരണം അച്ഛൻ എന്തോ കുറച്ച് ദിവസമായിട്ട് വളരെയധികം ടെൻഷനുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വായോ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ആ ഭൂമി പറയും, അച്ഛൻ നമുക്ക് എവിടേക്കെങ്കിലും പോകാം, ഒന്ന് അച്ഛനൊരു റീഫ്രഷ്മെൻ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഭൂമിയും അച്യുതനും കൂടി പോകാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇതേ സമയം ഭൂമി വന്ന് അംബികയോട് ചോദിക്കേണ്ട, അമ്മേ ഞങ്ങൾ പോകുമ്പോൾ അമ്മയ്ക്ക് കുശുമ്പുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല അടിപൊളി സ്ഥലത്താണ് കറങ്ങാൻ പോണത് എന്നൊക്കെ. അപ്പോൾ അംബിക പറയും, നിങ്ങളോട് ഞാനല്ലേ പോകാൻ പറഞ്ഞത്, പിന്നെ എനിക്ക് എന്തിനാ കുശുമ്പ്, ഒന്നും മിണ്ടാതിരി പെണ്ണെ എന്നൊക്കെ പറഞ്ഞിട്ട് അംബിക കളിയാക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ചായ അച്ഛന് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അംബിക ഭൂമിയുടെ കയ്യിൽ ചായ കൊടുത്തയക്കുകയാണ്. അങ്ങനെ ഭൂമി ചായയായിട്ട് അച്യുതൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചായ കൊടുക്കും. എന്നിട്ട് ചായ കുടിക്കുമ്പോൾ അച്യുതൻ ചോദിക്കും, അംബിക നിനക്കും കൂടി വരായിരുന്നു കേട്ടോ ഇന്ന് കറങ്ങാൻ. ഓ ഞാനില്ല, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് കറങ്ങിയിട്ട് വന്നാൽ മതി, എനിക്കാണെങ്കിൽ അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട് എന്ന് പറഞ്ഞ് അംബിക ഭൂമിയെയും അച്യുതനെയും യാത്രയൊക്കെയാണ്. അപ്പോൾ ഇതേ സമയം ഇവർ ആ വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട് ഇറങ്ങുന്നതൊക്കെ നോക്കിയിട്ട് അത് വീക്ഷിച്ചുകൊണ്ട് ബിലാൽ ആ തൊടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വണ്ടി ഓടിക്കുന്നത് ഭൂമിയാണ്, പിന്നിൽ അച്യുതൻ കയറിയിട്ടുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തിൽ യാത്രയാവുകയാണ്. അങ്ങനെ അംബിക അവരെ യാത്രയാക്കിയിട്ട് അകത്തോട്ട് കയറും. ഇതേ സമയം നമ്മുടെ സൗഭാഗ്യപുരം വീട്ടിൽ എല്ലാവരും കൂടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ അഞ്ജനയുടെയും അജയൻ്റെ വിവാഹകാര്യമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യമ്മ മാധവനോട് ചോദിക്കുകയാണ്, മാധവ നിൻ്റെ മകന് എത്ര രൂപ സ്ത്രീധനം വേണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാധവൻ പറയും, എന്താ ഇന്ന് അമ്മ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു, സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുവെന്ന്. അതല്ല, ഇനി ഭാവിയിൽ അത് കുറഞ്ഞു എന്നൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. അഞ്ജനയ്ക്കും ഭവാനിക്കും കുറച്ച് സ്വത്തിൻ്റെ കുറവുണ്ട്, പക്ഷെ അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പറ. അപ്പോൾ സംഗീത പറയും, അമ്മ എന്തായി പറയുന്നത്, അഞ്ജന നമ്മുടെ മോളല്ലേ, നമ്മുടെ മോളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ പറയുമോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ സൗഭാഗ്യമ്മ പറയണം, സത്യ നീയാണ് അഞ്ജനയുടെ വല്യച്ഛൻ, അവൾക്ക് അച്ഛനില്ലാത്ത കാരണം നീ ആ സ്ഥാനത്ത് നിൽക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ സത്യം പറയും, അത് വേണോ അമ്മേ, കാരണം അഞ്ജനയുടെ അമ്മാവനൊക്കെ ഉണ്ടല്ലോ ആ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൗഭാഗ്യ പറയും, ഭവാനി ഇവന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ പറയുന്നത്, അവന് നിനക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അങ്ങനെ പറയുന്നത്, നീ എന്താ നിൻ്റെ അഭിപ്രായം എന്ന്. അപ്പോൾ ഭവാനി ഒരു സന്തോഷമില്ലാതെ പറയും, അമ്മയുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ സൗഭാഗ്യ പറയും, ഞാൻ ഇന്ന് ജ്യോത്സ്യരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിൻ്റെ ജാതക പൊരുത്തം നോക്കാൻ ജാതകം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്ന് പറയുകയാണ്. അപ്പോൾ അതേസമയം നമ്മുടെ ജ്യോത്സ്യൻ വരികയാണ്. അപ്പോൾ ജ്യോത്സ്യൻ വന്നപ്പോൾ ജ്യോത്സ്യനോട് ചോദിക്കും, എങ്ങനെയുണ്ട് സ്വാമി പൊരുത്തം നോക്കിയിട്ടെന്ന്. അപ്പോൾ ജ്യോത്സ്യൻ പറയും, 10-8 പൊരുത്തമുണ്ട്, വിവാഹം കഴിഞ്ഞാൽ വിവാഹ ജീവിതം നല്ലത് തന്നെയായിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ ശരി, നമുക്കൊരു നിശ്ചയത്തിനുള്ള ഡേറ്റ് കുറിക്കാം എന്ന് പറയുകയാണ്. അപ്പോഴാണ് അജയ് വരുന്നത്. അപ്പോൾ അജയിനെ കണ്ടപ്പോൾ മാധവൻ പറയും, അതെ അജയ് വന്നു, ഇനി എന്തായാലും അവൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഡേറ്റ് കുറിക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, അഞ്ജനയും കൂടി വിളിച്ചോളൂ എന്ന് പറയും. ഭവാനി അഞ്ജനേനെ വിളിക്കുകയാണ്. അപ്പോൾ അഞ്ജന ഓടി വന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരിക. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് എന്താണെന്ന് അജയ്ക്ക് അവിടെ നടക്കുന്നതെന്ന് കാര്യം അജയിന് മനസ്സിലാവുന്നില്ല. അജയ് ചോദിക്കണം, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന്. അപ്പോൾ സൗഭാഗ്യമ്മ പറയും, നിങ്ങളെ വിവാഹത്തിൻ്റെ ഡേറ്റ് കുറിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അപ്പോൾ അജയ് പറയുകയാണ്, അതിന് അഞ്ജനയ്ക്ക് എന്നെ ഇഷ്ടമില്ല എന്നാണല്ലോ അഞ്ജന എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഇന്നലെ ഒരു ഹോട്ടലിൽ വെച്ച് സംസാരിച്ചിരുന്നു, അപ്പോൾ അവൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ് അവൾ പറഞ്ഞത് എന്ന്. അങ്ങനെയാണോ? അപ്പോൾ മുത്തശ്ശി ചോദിക്കും, അഞ്ജന എന്താ നിൻ്റെ അഭിപ്രായം എന്ന്. അപ്പോൾ അഞ്ജന പറയുകയാണ്, അയ്യോ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഞങ്ങൾ നല്ല ഇഷ്ടത്തിൽ മുത്തശ്ശി ഞങ്ങളെ വിവാഹം കഴിപ്പിച്ചെന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടിപ്പോവും എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ അജയ് ആകെ ഷോക്കാവും. കാരണം അജയ് ഇങ്ങനെ ഒരു മറുപടി അവളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അജയ് ഇങ്ങനെ അവൾ അത്ഭുതത്തോടു കൂടി നോക്കും. അപ്പോൾ അവൾ പറയും, എനിക്ക് പണ്ടേ എനിക്കിഷ്ടമാണ്, അജയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അജയ് ലവ് മെസ്സേജസ് ഒക്കെ എനിക്ക് അയച്ചിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ സംഗീത പറയും, അതൊന്നും സാരമില്ല മോളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ സമ്മതമാണ് നിങ്ങളുടെ വിവാഹത്തിന് എന്ന് പറയുകയാണ്. അങ്ങനെ ജ്യോത്സ്യൻ ഒരു ഡേറ്റ് കുറിക്കുകയാണ്. ആ ഡേറ്റ് എന്താണെന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ ഭവാനിക്ക് ബിലാലിൻ്റെ ഫോൺ വരികയാണ്. ഭവാനിയോട് പറയുകയാണ്, ഞാൻ അച്യുതനെയും മോളെയും ഫോളോ ചെയ്തിട്ട് നടക്കുകയാണ്, അവരിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഞാൻ അവരുടെ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ മാഡം ഇന്ന് തന്നെ കൺഫേം ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ ഈ അച്യുതൻ്റെ മകളെന്ന്. അപ്പോൾ ഭവാനി പറയും, നീ എന്തായാലും നോക്കുക എന്ന് പറയും. അങ്ങനെ അച്യുതനും നമ്മുടെ ഭൂമിയും കൂടിയിട്ട് ഒരു ഒരു കായലോ പുഴയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു തട്ടുകടകളും ഐസ്ക്രീം ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമി ചോദിക്കും, നമുക്ക് ഐസ്ക്രീം കഴിക്കാമല്ലേ എന്ന് പറയും. ആ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ഭൂമി ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ കമാൽ ഒന്നും അറിയാത്ത പോലെ വന്ന് ഭൂമിനെ തട്ടുകയാണ്. അപ്പോൾ ഭൂമിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഐസ്ക്രീമൊക്കെ വീഴും. അപ്പോൾ ഭൂമി അത് നിലത്ത് നിന്ന് ആ ഐസ്ക്രീം പാത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ മുടി മാറിയിട്ട് അവളുടെ ഇടത്തെ തോളിൻ്റെ അവിടെയുള്ള കറുത്ത മറുക്, അതാണല്ലോ അഭിരാമിയുടെ അടയാളം, അത് കാണുകയാണ്. അത് കണ്ടതോടു കൂടി കമാൽ പിന്നെ അവിടെ നിന്നൊന്നും നോക്കില്ല, നേരെ നടക്കും. അങ്ങനെ ഭൂമി തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരാണ് തന്നെ ഇടിച്ചിട്ടതെന്നൊക്കെ. പക്ഷേ ഇത് തിരിയാതെ തന്നെ അങ്ങനെ നടന്നു പോവാണ്. പിന്നെ നമ്മുടെ അച്യുതനും ഭൂമിയും ഒക്കെ അവർ പുറത്തുനിന്ന് നല്ല ബിരിയാണിയൊക്കെ തട്ടി വഞ്ചിയിലൊക്കെ യാത്ര പോയി. അങ്ങനെ അച്ഛനും മോളും കുറേ നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അച്യുതന് അവസാനമൊക്കെ ആകുമ്പോഴത്തേന് അച്ഛൻ തിരിച്ചു പോരാൻ നേരത്ത് അച്യുതന് വളരെ വിഷമം വരുന്നുണ്ട്. കാരണം തനിക്ക് തൻ്റെ ഈ മകളെ നഷ്ടപ്പെടുമോ എന്നുള്ള വിഷമം അച്യുതൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇതിനിടയ്ക്ക് അച്യുതൻ്റെ മൂക്കിൽ നിന്ന് കുറച്ച് രക്തം വരുന്നുണ്ട്. അത് ഭൂമി കാണാതിരിക്കാൻ അച്യുതൻ പിടിച്ച് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം നമ്മുടെ കമാൽ ഭവാനിയെ വിളിച്ചിട്ട് പറയുകയാണ്, മാഡം ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചു, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ അച്യുതൻ്റെ മകൾ തന്നെയാണ് യഥാർത്ഥ അഭിരാമി. അവളുടെ ഇടത്തെ തോളിൻ്റെ ഭാഗത്തുള്ള ഒരു കറുത്ത മറുക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഉറപ്പായി അവൾ തന്നെയാണെന്ന്. അപ്പോൾ ഭവാനി പറയും, അപ്പോൾ അതായത് അച്യുതൻ എന്നെ ചതിച്ചു അല്ലേ, ഇനി അവരെ വെറുതെ വെക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരെയും കൊന്നു കളഞ്ഞേക്ക് എന്ന് പറയുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ കമാൽ പറയും, ശരി മാഡം, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തോളാം, ഇനി അധികം വൈകില്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ഭൂമിയും അജയും തമ്മിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വിവാഹക്കരാർ. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയും അജയും പ്രണയത്തിലാണെന്ന കാര്യം അജയ് അഞ്ജനയോട് പറയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നെ ഭൂമിയും അഞ്ജനയും തമ്മിൽ ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ വിവാഹിതരായാലും സീരിയലിൻ്റെ കഥയും വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.